നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിൻ്റെ RC രജിസ്ട്രേഷൻ സംബന്ധിച്ച് പരിവാഹൻ സൈറ്റിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഗുണമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്നത് വാഹനത്തിൻ്റെ RC ബുക്കാണ്. അതുകൂടാതെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ RTO സംബന്ധമായിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും ആഡ് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ ഇത് കൂടുതലും അറിയില്ലാതെ പോകുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനമെടുക്കുന്ന എല്ലാ വാഹന ഉടമകളും മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു അറിവ് ഉണ്ടായിരിക്കണം. കാരണം സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനമെടുക്കുന്ന പലർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് RTO സംബന്ധമായിട്ട് പോകുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനമെടുക്കുന്നവർ പഴയ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറുന്ന സമയത്ത് നിർബന്ധമായിട്ടും മൊബൈൽ നമ്പർ കൂടി മാറുന്നത് നല്ലതായിരിക്കും. സെക്കൻഡ് ഓണർ മൊബൈൽ നമ്പർ മാറുന്നത് നല്ലതായിരിക്കും. അതിലൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കേണ്ടത് എന്ന് പറയുന്നത്, RTO സേവനങ്ങൾക്ക്, ഇപ്പോഴുള്ള RTO സേവനങ്ങൾക്കെല്ലാം മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം. അത് ആധാറിലുള്ള മൊബൈൽ നമ്പർ തന്നെ ആഡ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ആധാറിൽ എങ്ങനെ ഏത് മൊബൈൽ നമ്പറാണോ ആഡ് ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാഹനത്തിൻ്റെ ഫീസ് അടയ്ക്കുന്ന സമയത്തോ ചെലാൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അറിയിപ്പ് ലഭിക്കണമെങ്കിലോ ഇപ്പോൾ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജായിട്ട് നമുക്ക് അറിയിപ്പ് അറിയാൻ സാധിക്കും. മറ്റൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കേണ്ടത്, പെർമിറ്റ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ CF ടെസ്റ്റ് പരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും RTO സേവനങ്ങൾക്കോ ഇപ്പോൾ മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം എന്നൊരു റൂൾസ് ഉണ്ട്. ഇതിനെപ്പറ്റി അറിയില്ലാത്ത എല്ലാ വാഹന ഉടമകളും നിർബന്ധമായിട്ടും മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ മനസ്സിലാക്കി വയ്ക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് രീതിയാണെന്ന് പല വാഹന ഉടമകൾക്കും അറിയില്ല. അക്ഷയപരമായിട്ടോ CSC, അക്ഷയ അങ്ങനെയുള്ള സെൻറ്ററുകളിൽ നമുക്ക് മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മൊബൈലിൽ നിന്ന് തന്നെ പരിവാഹൻ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് മൊബൈൽ നമ്പർ ആഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതിനെക്കുറിച്ച് RTO ഓഫീസിലോ അല്ലെങ്കിൽ അറിയാവുന്ന അക്ഷയ പോലുള്ള സ്ഥലങ്ങളിലോ പോയി കഴിഞ്ഞാൽ, RC ബുക്ക് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പർ ആഡ് ചെയ്യുവാൻ സാധിക്കും. ഇത് അറിയില്ലാത്ത പല ആൾക്കാരും ഉണ്ട്. ഇത് എടുത്തു പറയാം, ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുവാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, കുറച്ച് ദിവസം മുന്നേ ഒരു ആട്ടോ ഓടിക്കുന്ന ഡ്രൈവർ മൊബൈൽ നമ്പറിൽ ലിങ്ക് ചെയ്യാത്ത ആ ഒരു അവസ്ഥ വരികയുണ്ടായി. അതായത് പഴയ ഓണറിൻ്റെ പേരിൽ, ഫസ്റ്റ് ഓണറിൻ്റെ പേരിലാണ് മൊബൈൽ നമ്പർ ആഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത സമയത്ത് മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ OTPയും ഡീറ്റെയിൽസും ഫസ്റ്റ് ഓണർക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അതിൻ്റെ പല ബുദ്ധിമുട്ടുകളുണ്ടായി. OTP പോയിട്ട് അവർക്ക് തിരിച്ച് പറയുവാനായിട്ടുള്ള ബുദ്ധിമുട്ട്, കാര്യം പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് OTP സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹന ഉടമ വിളിച്ച് ചോദിച്ചിട്ട് കൂടിയും OTP നമ്പർ പറഞ്ഞു കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം എടുത്തു പറയുന്നത്, നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ ഈ RC ഡീറ്റെയിൽസിൽ ആഡ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് RTO സംബന്ധമായിട്ടുള്ള ഏത് ആവശ്യങ്ങൾക്കും നമുക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം അറിയില്ലാത്ത എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം, മനസ്സിലാക്കി വയ്ക്കണം. ഓക്കെ, ഇതൊരു അറിയിപ്പായിട്ട് എല്ലാ വാഹന ഉടമകളും കരുതേണ്ടതാണ്, കണക്കാക്കേണ്ടതാണ്.